നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ലോകമെമ്പാടും വിശിഷ്ടഭോജ്യം എന്നാണ് പന്നി മാംസത്തെ അറിയപ്പെടുക. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറച്ചി വിഭവങ്ങൾ ഉണ്ടാകുന്നതും പന്നി മാംസത്തിൽ നിന്ന് തന്നെ. പന്നികൾക്കായി അതിവിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു ഫാം കൊല്ലത്തുണ്ട്. കൊല്ലത്ത് ചിറക്കരയിൽ ജയചന്ദ്രൻ തീർക്കുന്ന കല്യാണി ഫാം. അക്ഷരാർത്ഥത്തിൽ ബ്രീഡിംഗ് യൂണിറ്റാണ് കല്യാണി ഫാം. നാട്ടിൽ വേണ്ട പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ശ്രമം. ചിറക്കരയിൽ ജയചന്ദ്രൻ തീർക്കുന്ന കല്യാണി ഫാമിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. കൊല്ലത്തെ ചിറക്കര കൃഷിക്ക് പണ്ടേ പ്രസിദ്ധമാണ്. ദേശാടന പക്ഷികളുടെ താവളമെന്ന നിലയിൽ പോളച്ചിറ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് ചിറക്കര. നെൽകൃഷിയായിരുന്നു മുഖ്യം. പാടശേഖരങ്ങളുടെ അളവ് ക്രമേണ കുറഞ്ഞു വരികയാണ്. മറ്റു പല കൃഷികളിലേക്കും കർഷകർ തിരിയുന്ന ഒരു കാലത്താണ് ജയചന്ദ്രൻ പുതിയൊരു കൃഷിയുമായി ചിറക്കരയിലെത്തുന്നത്. ഭാരമേറിയ വാഹനങ്ങളുടെ വളയം പിടിക്കുന്ന ജോലിയായിരുന്നു അക്കാലം അത്രയും നിർവഹിച്ചത്. ജീവിതപ്രയാസങ്ങളിൽ മുന്നേറിയപ്പോൾ കൂടുതൽ ലാഭം നേടുന്ന ഒരു കൃഷിയിൽ കൈവയ്ക്കാം എന്ന് ജയചന്ദ്രൻ കരുതി. അങ്ങനെയാണ് കല്യാണി എന്ന പിഗ് ഫാമിൻ്റെ പിറവി. ചിറക്കര കുഴുപ്പിലാണ് പന്നി ഫാമിനായി ജയചന്ദ്രൻ സ്വന്തം സ്ഥലം കണ്ടെത്തിയത്. 1 ഏക്കർ വരുന്ന പുരയിടം. വൻമരങ്ങളുടെ കൂട്ടുണ്ട് ഇവിടെ. ചീലാന്തിയും മഹാഗണിയും പറങ്കിമാവും കൂടാതെ റബ്ബർ മരങ്ങളുടെ നീണ്ട നിര കൂടിയുണ്ട് കുഴുപ്പിലെ ജയചന്ദ്രന്റെ ഭൂമിക്ക്. കൃത്യമായി പറഞ്ഞാൽ 16 വർഷങ്ങൾക്ക് മുമ്പ് 16 പന്നികളുമായാണ് ജയചന്ദ്രന്റെ തുടക്കം. പന്നികൾ ചില്ലറക്കാരല്ല. 3 മാസവും 3 ആഴ്ചയും 3 ദിവസവുമാണ് പന്നികളുടെ ഗർഭകാലം. അതിനുള്ളിൽ 8 മുതൽ 14 വരെ പന്നിക്കുഞ്ഞുങ്ങളെ നൽകാൻ തള്ളപ്പന്നികൾ തയ്യാർ. അന്നും ഇന്നും ഡിമാൻഡ് ഒട്ടും കുറവില്ലാത്ത ഇനമാണ് പന്നിക്കുഞ്ഞുങ്ങൾ. കേരള സർക്കാരിൻ്റെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയും മറ്റ് സ്വകാര്യ സംരംഭകരുമൊക്കെ പന്നിക്കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിപണിയിൽ എപ്പോഴും വില കിട്ടുന്ന ഇനമാണ് പന്നി. ഒരു ഫാം തുടങ്ങാൻ അനുയോജ്യമായ ഇനം. ഇനി എന്താണ് പന്നിയുടെ പ്രത്യേകതകൾ? പ്രത്യേകിച്ച് ആഹാരമൊന്നും തയ്യാർ ചെയ്ത് നൽകേണ്ടതില്ല. ഹോട്ടൽ വേസ്റ്റിലോ ബ്രോയിലർ വേസ്റ്റിലോ ഒക്കെ പന്നികൾ വളർന്നുകൊള്ളും. അതാകട്ടെ നാടാകെ സുലഭമാണ് താനും. അന്യസംസ്ഥാന ലോബികൾ കൈയടക്കി വെച്ചിരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന രംഗം സ്വന്തമായി ഏറ്റെടുത്താൽ പന്നികളെ നന്നായി വളർത്താം. അപൂർവമായി മുളപൊട്ടുന്ന സാമുദായിക പ്രശ്നങ്ങളോ സാമൂഹിക സംഘർഷങ്ങളോ ഒഴിവാക്കി നിർത്തിയാൽ ഫാം വിജയിക്കും എന്ന് ജയചന്ദ്രന് ഉറപ്പായിരുന്നു. അത്തരം വെല്ലുവിളികൾ അല്പമൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് പന്നികളുടെ എണ്ണം കുറച്ചപ്പോൾ അങ്ങനെ മുന്നേറാം എന്ന സ്ഥിതി വന്നു. ചിറക്കര കുഴുപ്പിലിൽ പന്നികൾക്കായി 1-ാം തരം കൂടുകൾ ഒരുങ്ങി. 1ഉം 2ഉമല്ല, 2 ഡസനോളമുണ്ട് അവ. മറ്റുള്ളിടത്തൊക്കെ പന്നികളെ പാർപ്പിക്കാൻ 1-2 സ്ഥലങ്ങളുണ്ടെങ്കിലും കുഴുപ്പിലെ ഭൂമിയിൽ പന്നിയുടെ ബ്രീഡിംഗ് യൂണിറ്റ് തുടങ്ങണം എന്ന് തന്നെയായിരുന്നു ജയചന്ദ്രന്റെ ആഗ്രഹം. 1-ാം തരം പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക, വളർത്തുക. അങ്ങനെ 2 ലക്ഷ്യങ്ങൾ ബ്രീഡിംഗ് യൂണിറ്റിനുണ്ട്. 10 പെൺപന്നിക്ക് 1 ആൺപന്നി എന്നതാണ് പ്രജനന കൂട്ടം. മാലിന്യമായ മാലിന്യം അത്രയും തിന്ന് ഭക്ഷ്യയോഗ്യമായ മാംസം നൽകുന്നവരാണ് പന്നികൾ. മാത്രവുമല്ല, ബീഫിൻ്റെ കൊഴുപ്പിൻ്റെ അത്രയും ദ്രോഹം ചെയ്യുന്നതല്ല പന്നിയുടെ കൊഴുപ്പ്. കൊഴുപ്പ് കുറഞ്ഞ മാംസമുള്ള പന്നികളെ കൂടി വളർത്തിയാൽ ഇറച്ചിക്ക് ഉയർന്ന ഡിമാൻഡ് ഉണ്ടാകും. അക്കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ജയചന്ദ്രൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. വൻമരങ്ങൾ കുടപിടിക്കുന്ന തണലിൽ കൂടുകൾ സൃഷ്ടിച്ചാൽ വെയിലിൻ്റെ ആഘാതം ഏറെ ഏൽക്കില്ല.
ആസ്ബസ്റ്റോസ് ഷീറ്റുകളാണ് മേൽക്കൂര. മേൽക്കൂരയ്ക്ക് അകവും പുറവുമൊക്കെ ചൂട് കുറയ്ക്കാനുള്ള വഴികൾ ജയചന്ദ്രൻ കണ്ടെത്തി. സിൽപ്പാളിൻ ഷീറ്റുകൾക്കിടയിൽ വൈക്കോൽ നിറച്ച് മേൽക്കൂരയ്ക്ക് താഴെ പതിപ്പിക്കും. മുകളിലും അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യാഘാതമോ സൂര്യതപമോ ഒന്നും ഏൽക്കില്ല. വെയിൽ പന്നികൾക്ക് ശത്രുവാണ്. സൂര്യൻ കത്തി നിന്നാൽ തൊലിക്കടിയിലെ കൊഴുപ്പ് ഉരുകാൻ തുടങ്ങും. അപ്പോഴേക്കും വെള്ളം അന്വേഷിച്ച് പന്നികൾ യാത്രയാകും. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വഭാവമുണ്ട് പന്നികൾക്ക്. അത് ഈ സൂര്യാഘാതം തടയുവാൻ വേണ്ടി കൂടിയാണ്. തറയും ചുമരുമൊക്കെ കുത്തിപ്പൊളിക്കുന്ന സ്വഭാവം പന്നികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറച്ചതായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ജയചന്ദ്രന്. ഒന്നാം തരം കോൺക്രീറ്റിൽ തന്നെ തറകൾ തീർത്തു. അരവിത്തികളാകട്ടെ 1.5 മീറ്റർ ഉയരത്തിലും. എങ്കിലും വായുപ്രവാഹത്തിനെ തടസ്സപ്പെടുത്തിയില്ല. അനായാസേന കാറ്റൊഴുകിപ്പോകത്തക്ക രീതിയിലാണ് കൂടിന്റെ നിർമ്മാണം. കൂടും പരിസരവും ദുർഗന്ധപൂരിതമാകാതിരിക്കാൻ അങ്ങനെ തന്നെ നിർമ്മിക്കണം. കള്ളികൾ തിരിച്ചാണ് കൂടുകളുടെ നിർമ്മാണം. കൂടൊന്നിൽ പ്രജനന ജോഡികൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. പന്നിക്കുഞ്ഞുങ്ങൾക്ക് വളരാൻ പ്രത്യേക അറകളുണ്ട്. പൂർണ്ണ ഗർഭാവസ്ഥയിലുള്ള പന്നികൾക്ക് പാർക്കാനുള്ള ഇടങ്ങളുണ്ട്. ആൺപന്നികൾക്കായി പ്രത്യേക ഇടങ്ങളുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത അളവിലും രൂപത്തിലുമാണ് കൂടുകളുടെ നിർമ്മാണം നടത്തിയത്. റെയിൽസുകളാണ് വാതിലുകൾ. അനായാസനം തുറന്ന് പന്നികളെ പുറത്തേക്കിറക്കാം. അകത്തേക്ക് കയറാനും എളുപ്പം. ബ്രീഡിംഗ് യൂണിറ്റിനായി പന്നികളെ വളർത്തുമ്പോൾ മതിലക്ഷണം വളരെ പ്രധാനമാണ്. പെൺപന്നികൾക്ക് മതിയുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. മുതുകിൽ അമർത്തുമ്പോൾ നിശ്ചലമായി നിൽക്കുന്നവർ മതിയുള്ളവരാണ് എന്നർത്ഥം. അപ്പോഴാണ് അവയെ ഇണചേർക്കാൻ സന്നദ്ധമാക്കുക. ബ്രീഡിംഗ് യൂണിറ്റിലും പ്രശസ്തമായ പന്നികളെ ഉൾപ്പെടുത്തുവാൻ ജയചന്ദ്രൻ തീരുമാനിച്ചു. ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ ആണ് പ്രധാന ഇനം. 1-ാം തരം ശീമപ്പന്നികൾ. ലോകമെമ്പാടും പ്രശസ്തരാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ. ഇംഗ്ലീഷ് ബേക്കൺ ബ്രീഡ് എന്നാണ് ഇവയെ അറിയപ്പെടുക. യോർക്ക്ഷയറിലാണ് ജനനം. വടക്കേ ഇംഗ്ലണ്ടിന്റെ അതിർത്തിയിൽ. ഏറ്റവും നല്ല മാതൃഗുണമുള്ള അമ്മമാർ എന്നാണ് യോർക്ക്ഷയർ പന്നികളെ അറിയപ്പെടുക. കുഞ്ഞുങ്ങളെ വളർത്താനും പാലൂട്ടാനുമൊക്കെ ഏറെ മികവുള്ളവർ. ലാർജെന്നും മിഡിലെന്നും സ്മോളെന്നും 3 ഉപവിഭാഗങ്ങൾ യോർക്ക്ഷയറിനുണ്ട്. 12 മുതൽ 14 വരെ മുലക്കാമ്പുകൾ കൃത്യമായ അകലത്തിൽ പാകിയിരിക്കുന്നു എന്നതാണ് ശരീരഘടന. ഉടൽനീളം ഏറെ കൂടുതലാണ് യോർക്ക്ഷയർ പന്നികൾക്ക്. വളർച്ചയിൽ അത് മെച്ചപ്പെടും. 1-ാം വർഷം അന്ത്യത്തിൽ തന്നെ 150 കിലോ ഭാരമെത്തുന്നവർ യോർക്ക്ഷയറിലുണ്ട്. 12 മുതൽ 14 വരെ കുഞ്ഞുങ്ങളെ ഒരു പ്രസവത്തിൽ ഇവർ നൽകിയേക്കാം. ഏറ്റവും രുചികരമായ മാംസം എന്നാണ് ലാർജ് വെയ്റ്റിന്റെ മാംസത്തെ അറിയപ്പെടുക. ഏറ്റവും മികച്ച പ്രജനന പന്നി കൂടിയാണ് ലാർജ് വെയ്റ്റ് യോർക്ക്ഷയർ. തൊട്ടു പിന്നിലുണ്ട് ലാൻഡ്രസിന്റെ സ്ഥാനം. ലാൻഡ്രസ് സ്വൈൻ എന്നാണ് അവരെ ലോകമെമ്പാടും അറിയപ്പെടുക. വളർത്തുപന്നികളിലെ ഒരു സ്റ്റാൻഡേർഡ് ബ്രീഡ് കൂടിയാണ് ലാൻഡ്രേസ്. ഇവർക്കും ഉയർന്ന മാതൃഗുണമുണ്ട്. ഡാനിഷ് ലാൻഡ്രേസ് എന്നാണ് ജനനം കൊണ്ട് അവർ അറിയപ്പെടുക. പ്രജനനത്തിന് ഏറ്റവും യോജിച്ച പന്നിയിനമാണ് ലാൻഡ്രേസ്. ലാർജ് വെയ്റ്റിനേക്കാൾ അല്പം ഉടൽനീളം കുറയും. പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ചെവികൾ ലാൻഡ്രേസിന്റെ പ്രത്യേകതയാണ്. നിർദ്ധാരണ പ്രചരണത്തിന് ഏറ്റവും യോജിച്ച ഇനമാണ് ലാൻഡ്രേസ്. ഉയർന്ന മാതൃഗുണമുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുവാൻ ലാൻഡ്രസ് പന്നികൾക്കറിയാം. പൊതുവെ ലാർജ് വെയ്റ്റിനേക്കാൾ ഭാരം അല്പം കുറയുമെങ്കിലും ലാൻഡ്രേസ് കൊഴുപ്പിൽ മികച്ചു നിൽക്കുന്നവരാണ്. കൊല്ലത്തെ ചിറക്കര കുഴുപ്പിൽ കല്യാണി പിഗ് ഫാമിൻ്റെ നായകൻ ശ്രീ ജയചന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ജയചന്ദ്രൻ. നമസ്കാരം. അപ്പോൾ ഈ ഡ്രൈവിംഗ് രംഗത്ത് നിന്നാണ് ജയചന്ദ്രൻ ഈ പന്നി ഫാമിൻ്റെ രംഗത്ത്? അതെ, ഡ്രൈവിംഗ് രംഗത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരിക്കലും അങ്ങ് ചേരുന്നതല്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്ത് തോന്നുന്നു? ഇവിടെ വന്നപ്പം നമുക്ക് ഒരു വ്യത്യാസമുണ്ട്. മറ്റേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു വണ്ടി ഉള്ളപ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ കര വരുന്നു. എത്ര വർഷമായത്? ഞാനിത് 15 കൊല്ലത്തോളമായി. 15 കൊല്ലത്തോളം. ഈ 15 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഫാമിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെട്ടു വരുവാണ്? മെച്ചമുണ്ട്, കുഴപ്പമില്ല. അതായത് വില കൂടുന്നതനുസരിച്ചിട്ട്, പന്നിയുടെ വില കൂടുന്നതനുസരിച്ച് മെച്ചമുണ്ട്. അപ്പോൾ ആദ്യം ജയചന്ദ്രൻ തുടങ്ങിയ സമയത്ത് എത്ര പന്നികളുണ്ട്? 16 പന്നി. ഇപ്പം എത്ര ഉണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 100-110 പന്നീനെടുത്ത് ഉണ്ട്. അപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ പന്നിയുടെയൊക്കെ അതിൻ്റെ ഒരു ഇറച്ചിക്കൊക്കെ എന്നാ വിലയുണ്ടായിരുന്നു? അന്ന് ഇറച്ചി വില എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 40 രൂപയായിരുന്നു. 40 രൂപയായിരുന്നു. ഇന്നിപ്പോൾ അത് 400ലേക്ക് വന്നു. അല്ല, നമുക്ക് കിട്ടുന്നത് ലൈവായിട്ട്. ഇപ്പം എത്ര രൂപയുണ്ട്? ഇപ്പം 170 രൂപയുണ്ട്. 170 രൂപ. 15 വർഷക്കാലത്തിനിടെ വന്നൊരു മാറ്റം. ഏതാണ്ട് ഒരു 4 ഇരട്ടി വർദ്ധനമാണ്. അതുകൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയും. കുഴപ്പമില്ല.
ഈ പന്നി വളർത്തലിൽ ഇപ്പോൾ 15 വർഷം പിന്നിടുമ്പോൾ ജയചന്ദ്രൻ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളെന്തൊക്കെ? വെല്ലുവിളി നമുക്ക് ഇവിടുത്തെ ഈ സ്മെല്ലിൻ്റെ പരിസര വെല്ലുവിളികളുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം എന്താ ഇല്ലാതെ? ഇപ്പം എണ്ണം കുറവാണ്. അതനുസരിച്ച് എണ്ണം കുറച്ചു. പന്നിക്ക് പ്രധാനമായിട്ട് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണ്? നമ്മൾ ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റാണ് കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ വേറെ അയണിൻ്റെ ഗുളികൾ കൊടുക്കാറുണ്ട്. തള്ളപ്പന്നി അതെ. ഈ ഹോട്ടൽ വേസ്റ്റൊക്കെ സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കിട്ടുന്നുണ്ട്. ലാർജ് വെയ്റ്റും ലാൻഡ്രസും തമ്മിൽ ഇണചേർന്നാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. പ്രജനനത്തിന്റെ ആദ്യ പടിയാണിത്. അത്തരം കുഞ്ഞുങ്ങളെ മികച്ച തീറ്റ നൽകി വളർത്തിയെടുക്കുകയാണ് ആദ്യപടി. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അടുത്ത ഇനവുമായി പ്രജനനം നടത്താൻ തയ്യാർ. അങ്ങനെ മൂന്നാമത്തെ ഒരു ഇറച്ചിപ്പന്നിയെ കണ്ടെത്തണം. അതിന് യോജിച്ചത് ഡ്യൂറോക്ക് തന്നെ എന്ന് ജയചന്ദ്രൻ തീരുമാനിച്ചു. ഡ്യൂറോക്ക് പന്നി എന്നാൽ പന്നികളിലെ അതിപുരാതന ഇനം കൂടിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഡ്യൂറോക്ക് പന്നികളുടെ ജനനം. ലാർജ് വെയ്റ്റിനെ പോലെയോ ലാൻഡ്രസിനെ പോലെയോ ഏറെ ഭാരം വയ്ക്കില്ലെങ്കിലും കൊഴുപ്പ് കുറഞ്ഞ മാംസം നൽകുവാൻ ഡ്യൂറോക്ക് പന്നികൾ തയ്യാറാണ്. ചുവപ്പിലും കറുപ്പിലുമൊക്കെ അവരുടെ രൂപം തെളിയും. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഡ്യൂറോക്ക് പന്നികൾക്ക് ഏറെയുള്ളത്. ചെവികൾ താഴോട്ട് നീങ്ങി ഉറച്ച കുളമ്പുകളുമായി നിൽക്കുന്നവരാണ് ഡ്യൂറോക്ക് പന്നികൾ. ന്യൂയോർക്കുകാർ തന്നെയാണ് ഡ്യൂറോക്ക് പന്നികൾക്ക് ഈ പേരിട്ടത്. 1850കളിലാണ് ഇവയുടെ പിറവി. ലാർജ് വെയ്റ്റും ലാൻഡ്രസും തമ്മിൽ ഇണചേർന്ന കുഞ്ഞുങ്ങളെ വളർത്തി 1 വർഷം എത്തുമ്പോൾ അവയെ ഡ്യൂറോക്കുമായി ഇണചേർത്താൽ 3-way ക്രോസ് ഇനം പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാം. അതിലും 25% ജനിതകമുള്ളവരും 50% ജനിതകമുള്ളവരുമുണ്ട്. 50% ജനിതകമുള്ളവരിൽ കറുപ്പോ തവിട്ടോ നന്നായി പടർന്ന് ദേഹമാകെ വാഴും. 25% ജനിതകമുള്ളവർ വലിയ പുള്ളിക്കുത്തുകൾ വീണ പ്രതീതി ജനിപ്പിക്കും. ഏറെ ശ്രദ്ധ വേണ്ട പന്നിഫാമിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നോക്കി നടത്തുവാൻ ജയചന്ദ്രനുണ്ട്. അതിരാവിലെ തന്നെ കൃത്യമായി ഫാമിലെത്തും. ഓരോ പന്നിയുടെയും ജാതകം സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ്. പന്നിഫാമിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ജയചന്ദ്രൻ അറിയാം. അക്കാര്യങ്ങൾ ഹരിതം സുന്ദരത്തോട് തുറന്നു പറഞ്ഞു. ഇവിടെ ഇപ്പം നടത്തുന്ന കല്യാണി പിഗ് ഫാം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ഫാമാണ്. ഈ ബ്രീഡിംഗ് ഫാമിൽ ഒരു നല്ല ഇണപ്പന്നികളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? അത് അതിൻ്റെ കുളമ്പ് നോക്കും. കുളമ്പ് നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം. പിന്നെ നല്ല ഇടനീളം വേണം. പിന്നെ വളർച്ച കൂടുതലായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കി എടുക്കുന്നത്. വളർച്ച കൂടുതലാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവും? അത് കുഞ്ഞിലെ തന്നെ നമുക്ക് പ്രസവിച്ച് ആ വളർച്ചയിൽ അറിയാൻ പറ്റും. അത് ഓരോ പന്നി അങ്ങനെ നിരീക്ഷിക്കും. അതിൽ നല്ല ബ്രീഡ് നോക്കി നല്ല പന്നിയെ നോക്കിയാണ് ഇടുന്നത്. ഇടപന്നി. ആൺപന്തിക്കും പെൺപന്തിക്കും എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്? പ്രത്യേകത ആൺപന്നി പ്രത്യേകത അങ്ങനെ പ്രത്യേകത വെയിറ്റ് ഒക്കെ നോക്കാറുണ്ട്. വെയിറ്റ് നോക്കാറുണ്ട്. ആൺപന്തിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. ഏകദേശം എത്ര വെയിറ്റ് ആവുമ്പോഴാണ് നമ്മൾ ഈ പ്രജനനത്തിന് സജ്ജമാക്കുന്നത്? ഒരു 70 കിലോ 80 കിലോ. അത് കഴിഞ്ഞാവാം. അത് എത്ര വർഷത്തിനുള്ളിലാവും? ഒരു 8 മാസം. 8 മാസത്തിനുള്ളിൽ 70 കിലോ. അത് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് കൊണ്ടുവരാം. ഒരു പന്നിയെ എത്ര നാൾ പ്രജനനം നടത്താൻ പറ്റും? ആൺപന്നി നമുക്ക് 4 കൊല്ലം 5 കൊല്ലം ഒക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഈ അന്തർപ്രജനനം, അതായത് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ടുള്ള ഇണചേരലുണ്ടാവില്ല? ഇല്ല. അത് പ്രത്യേകമാണ്. നിങ്ങൾ മാറ്റിവിടും. കൃത്യം ഓരോന്നിനും മാർക്കും. പെൺപന്നിയുടെ കാര്യത്തിൽ മുലക്കമ്പുകളുടെ എണ്ണമൊക്കെ നോക്കാറുണ്ട്? എണ്ണം ശരാശരി 12-14 എണ്ണം നോക്കിയിടും. പ്രസവിച്ച ഉടനെ ഒരു പെൺപന്നിക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട സംരക്ഷണം എങ്ങനെ? അത് നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് തറയിൽ നമ്മൾ കച്ചി വിരിക്കും, കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നല്ലപോലെ കെയർ നോക്കണം. ഇത് തള്ള കയറി അതിൻ്റെ മണ്ട കയറി കിടന്ന് ചാവാതെ എല്ലാം നോക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അയണിൻ്റെ നമ്മൾ സപ്ലിമെൻ്റ് കൊടുക്കാറുണ്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ രാത്രി ആകുമ്പോഴാണെങ്കിൽ ജയചന്ദ്രൻ ഇവിടെ ഉണ്ടാവും? ഇല്ല, രാത്രി മുമ്പൊക്കെ ഉണ്ടാവുമായിരുന്നു, ഇപ്പം ഉണ്ടാകത്തില്ല. അതിന് പ്രത്യേകം സജ്ജീകരണമുള്ള റൂമുണ്ട്, അതിനകത്താക്കിയിട്ട് നമ്മളാകും. ഈ ഒരു പ്രസവ സമയത്ത് ഇപ്പോൾ സാധാരണഗതി എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും? നമുക്ക് 6 മുതൽ 13 വരെ കിട്ടിയിട്ടുണ്ട്. എല്ലാം 13ഒക്കെ എല്ലാം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് പറയാൻ പറ്റത്തില്ല. അതിൽ വീക്കായിട്ടുള്ള ചിലവും ചത്തുപോകും. ഇപ്പോൾ എത്ര മാസം വരെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്?
നമ്മൾ 2 മാസം പാല് കൊടുക്കും. അത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആക്കും. അല്ല അതിന് ഒരു കൊടുക്കാൻ പരുവാകുന്ന എപ്പോഴാണ്? കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കൊടുക്കാറില്ല, വലുതാക്കിയാണ് കൊടുക്കുന്നത്. അല്ല അതന്നെ വലുതാക്കുന്ന ഏത് ഘട്ടം വരെയാണ്? അത് 12 മാസം 14 മാസം 14 മാസം വരെ വളർത്തിയിട്ടുണ്ട്. ആ സമയം എന്ത് തൂക്കം ഉണ്ടാവും? 80 തൊട്ട് ശരാശരി, അത് ഓരോന്നിനും പ്രത്യേകമായിട്ടായിരിക്കും. 80 മുതൽ ഒരു 100 കിലോ 110 കിലോ വരെ വരും. ഇവിടെ തന്നെ തൂക്കി? അല്ല നമ്മൾ ബേബ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് തൂക്കും. അപ്പോൾ കിലോയ്ക്ക് 140 രൂപയ്ക്ക്? 140. ആരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യക്കാർ? അത് MBA കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വെളിയിൽ ആവശ്യക്കാരുള്ളവർക്ക് കൊടുക്കും. കുട്ടികളിലെയുള്ള ശ്രദ്ധയാണ് നല്ല മുതിർന്ന പന്നികളെ സൃഷ്ടിക്കുവാൻ ഏറെ വേണ്ടത്. പിഗ്ലെറ്റ് അനീമിയ എന്ന രോഗം പന്നിക്കുഞ്ഞുങ്ങൾക്കുണ്ട്. പിറന്നു വീണ് ആദ്യ ആഴ്ച തന്നെ ഇരുമ്പ് സത്തിൻ്റെ കുത്തിവയ്പ്പെടുക്കണം. ചിലപ്പോൾ അത് ആഴ്ചതോറും ആവർത്തിക്കേണ്ടി വരും. അനീമിയ അഥവാ വിളർച്ച രോഗം പെൺപന്നികൾക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിൽ അയൺ ഗുളികകൾ നൽകുകയും വേണം. അയൺ ഗുളികകൾ, ധാതുലവണ മിശ്രിതങ്ങൾ, ജീവകങ്ങൾ ഇവയൊന്നും തീറ്റയിൽ കുറയ്ക്കാറില്ല. അതൊക്കെ കൃത്യമായി നോക്കി നടത്തിയാൽ പന്നി ഫാം വിജയത്തിലെത്തിക്കാം. പന്നിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയും തകൃതിയാണ്. 15 കിലോയെങ്കിലും വരാത്ത പന്നിക്കുഞ്ഞുങ്ങളെ പുറത്തു നൽകില്ല. ബ്രീഡിംഗ് യൂണിറ്റിലാകട്ടെ പന്നിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയില്ല. അവയെ മുതിർന്ന പന്നിക്കുഞ്ഞുങ്ങളാക്കി വിൽക്കുകയാണ് പതിവ്. വൃത്തിയും വെടിപ്പും ഏത് പന്നിഫാമിലും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. സാമുദായിക സംഘർഷങ്ങളോ സാമൂഹിക സംഘർഷങ്ങളോ ഇല്ലാതെ ഫാം നടത്തുവാൻ അത് വളരെ പ്രധാനവുമാണ്. പന്നിഫാമിലെ വളം അപ്പോൾ തന്നെ മാറ്റണം. ഫാം കഴുകുന്ന വെള്ളവും മറ്റും ശേഖരിക്കുവാൻ കൃത്യമായ ടാങ്കുകൾ വേണം. അവയെ കൃഷിയിടത്തിലേക്ക് ഒഴുക്കി വിടുമ്പോഴും നന്നായി വാതനം ചെയ്ത് വിടണം. വളം മാറ്റിയാൽ അത് ശേഖരിക്കുവാനുള്ള സംവിധാനം പ്രത്യേകം ഒരുക്കണം. എന്തിലും ഏതിലും ശ്രദ്ധ നൽകിയാലേ ഫാം വിജയത്തിലെത്തിക്കുവാൻ കഴിയൂ. അക്കാര്യങ്ങൾ ജയചന്ദ്രൻ പറഞ്ഞു. ഒരു കാലത്തും ഇതിന് നമ്മൾ പന്നി ഇങ്ങനെ ഇറക്കി നിർത്തിയിട്ട് ആവശ്യക്കാർ വരായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. പന്നിപ്പനി വന്ന ഒരു സമയത്ത് അല്ല, അത് ആ സമയത്തേ ഉള്ളായിരുന്നു, അല്ലാതെ കുഴപ്പമില്ല. ജയേന്ദ്രൻ്റെ ഒരു ദിവസം ഈ പന്നി ഫാമിൽ എത്ര നേരം ചിലവഴിക്കും? 18 മണിക്കൂർ. എന്നിട്ട് എത്ര മണിക്കാണ് വരുന്നത്? അതിൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്? രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വരും. പിന്നെ എല്ലാം ആഹാരങ്ങളെല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി പോകും. പിന്നെ ഫുഡ് എടുക്കാൻ പോകും. ഫുഡ് കൊണ്ടുവന്നിട്ട് വൈകുന്നേരത്ത് കൊടുക്കും. വൈകുന്നേരത്ത് തന്നെ തട്ടി കൊടുക്കും. വൈകുന്നേരത്ത് രാത്രി 10 മണിയാവും. 10 മണിക്ക് എവിടുന്ന് പോകുന്നത്? പിന്നെ വീണ്ടും രാവിലെ 7 മണി. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഫാം നടത്തുമ്പോൾ സാധാരണഗതിയിൽ പന്നി ഫാമൊക്കെ നടത്തുമ്പോൾ കുറേ സാമൂഹിക പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അയലത്തുകാരുടെ ശല്യം, സ്മെല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ച്? അവരടുത്ത് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലാതെ നമ്മൾ വാശിയായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഈ ജയേന്ദ്രനെ അന്വേഷിച്ച് ഈ ഫാം കല്യാണി പിഗ് ഫാമിനെ അന്വേഷിച്ച് വരുന്നവർ ഈ ജില്ലയിലുള്ളവരാണോ അതോ പുറത്തുള്ളവരാണോ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുറത്ത് ജില്ലയിൽ നിന്നും വരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പരസ്യമുണ്ടോ? ഇല്ല, പരസ്യമൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടൊന്നുമില്ല. എന്നാലും ആളുകൾ വരും. ഇപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്. ഷെഡ് വളരെ അത്രയൊന്നും വലിപ്പമില്ല. ബ്രീഡിംഗ് യൂണിറ്റ് ആയതുകൊണ്ട് ചെറുതാണ്. ഇനി അത് വലുതാക്കാനുള്ള പരിപാടിയാണ്? ഇല്ല, ഇവിടെ ഇനി വലുതാക്കാനുള്ള പരിപാടിയില്ല. ഇനി ഞാൻ വേറെ സൗകര്യമായിട്ടുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ കുറച്ചുകൂടെ ഇവിടെ നിന്ന് മാറിയിട്ട് വേറെ തുടങ്ങാനുള്ള? വേറെ തുടങ്ങുമ്പോൾ എന്താ ബ്രീഡിംഗ് യൂണിറ്റ് തന്നെയാണോ? അതെ, അല്ല, രണ്ടും കൂടി ചേർന്നുള്ള വല്ല വിപുലമായിട്ടുള്ള നോക്കാൻ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ രംഗത്തേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്കൊരു ഭാവി ഉണ്ടെന്ന് ജയചന്ദ്രൻ കരുതുന്നു. അധ്വാനിക്കാൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയുണ്ട്. ഭാഗ്യം വാരിയെടുക്കുന്ന ഇടമാണ് സന്നിധി. അങ്ങനെയെങ്കിൽ കല്യാണി ഫാമിനെ സൂകര സന്നിധി എന്ന് വിശേഷിപ്പിക്കാം. നേരം ജയചന്ദ്രൻ്റെ കല്യാണി ഫാമിനായി ഭാവുകങ്ങൾ.